എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശം മാളവികയെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പം ആ എക്സ് എന്ന് പറയുന്ന ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേവിഡ്. എന്താ സംസാരിക്കുന്നത് എന്ന് നോക്കാൻ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് മാളവിക ഡേവിഡിൻ്റെ ക്യാബിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. അന്നേരം ഡേവിഡ് നാഗേന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവർ വിൽക്കുന്നതൊന്നും ഒറിജിനൽ ഡയമണ്ട് അല്ല, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടാണ് വിൽക്കുന്നത്. അപ്പം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. പിന്നെ ആ ഡയമണ്ട് വെച്ച് പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാൻ മാളവികയോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മാളവിക കേൾക്കുന്നു. അങ്ങനെ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സർ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. എന്തായാലും ഫോൺ വെച്ച് കഴിയുമ്പം മാളവിക റൂമിലേക്ക് ചെല്ലുന്നു. ആ മാളവികയോ, എന്നോട് അനുവാദം ചോദിക്കാതെ ഈ ക്യാബിനിൽ കയറി വരാൻ അനുവാദമുള്ളത് മാളവികയ്ക്ക് മാത്രമാട്ടോ എന്ന് പറയുമ്പം സാറിനോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറയും. ഇരിക്കാൻ പറയുവാണ്. അന്നേരം ഡേവിഡ് തന്നെ പറയുവാണ്, ഞാനൊരു കസ്റ്റമറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. അന്നേരം മാളവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, കസ്റ്റമറെ ഒരിക്കലും വിളിച്ചിട്ട് സാറ് പറയുന്ന പോലെ ചെയ്യാം എന്നൊന്നും പറയില്ലല്ലോ. അതുകൊണ്ട് മാളവിക മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അത് കസ്റ്റമറൊന്നും അല്ല, നിൻ്റെ മുതലാളിയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ ഡേവിഡ് പറയുവാണ്, നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കുറച്ച് ഡയമണ്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നല്ല ഒന്നാന്തരം ഡിസൈൻസ് മാളവിക ക്രിയേറ്റ് ചെയ്യണം. അത് പറയാൻ മാളവികയെ വിളിക്കാൻ ഇരിക്കുമായിരുന്നു ഞാൻ എന്നൊക്കെ പറയുമ്പം മാളവിക പറയും, ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സാറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇത് കൊള്ളാലോ, ഇത് പ്രൊസീഡ് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം മാളവിക ചോദിക്കും, സാറിന് ഇത് വേറെ ആരോ കാണിക്കണ്ടേ, എന്നിട്ട് അവിടുന്ന് അപ്രൂവൽ കിട്ടിയാലല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇനി മാളവികയ്ക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഡിസൈൻസിൻ്റെ എല്ലാം ഫൈനൽ ഒപ്പീനിയൻ, അതിൻ്റെ റിസൾട്ട് എല്ലാം നോക്കുന്നത് മാളവിക തന്നെയായിരിക്കും. ഒരു പ്രശ്നമില്ല, മാളവിക അത് കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഈ ഡിസൈൻസ് എല്ലാം നല്ല രീതിയിൽ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൽ ഒരു ശതമാനം മാളവികയ്ക്കും തരും എന്ന് പറയുമ്പോൾ മാളവിക പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഈ ഫീൽഡിൽ സാധാരണക്കാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി എനിക്ക് തരുന്നുണ്ട്, ഇനിയും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയാണ്, എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കുമെന്ന് പറയുമ്പോൾ സാറിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മാളവിക അവിടുന്ന് പോരുന്നു. അത് കഴിഞ്ഞ് ആദർശന് ഒരു വോയിസ് ഇടുന്നുണ്ട്, സാറേ ഇവിടെ കുറച്ച് ഡയമണ്ട് വന്നിട്ടുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ ഒറിജിനലാണ് എന്ന് പറഞ്ഞാണ് അവർ വിൽക്കുന്നത്, അതിനുവേണ്ടി ഡിസൈൻ തയ്യാറാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വോയിസ് അയക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് മാളവിക ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ഡിസൈൻസ് തയ്യാറാക്കി കൊടുക്കണം, അത് പുറത്തേക്ക് വിറ്റ് പോവുകയും വേണം, എന്നിട്ട് വേണം നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ, അത് നമുക്കൊരു കച്ചിത്തുരുമ്പായിരിക്കും. അതുകൊണ്ട് മാളവിക ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആദർശ് അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നവ്യയാണ് കാണിക്കുന്നത്. നവ്യ മുകളിലോട്ട് കയറി വരുമ്പോൾ ചന്തുമോൾ അവിടെ ഇരുന്ന് കളിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നവ്യയ്ക്ക്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കും. അന്നേരം കറക്റ്റ് ദേവേനെ അങ്ങോട്ട് വരും. മോൾക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. മോൾ ഓടി വന്ന് ദേവേനെ കെട്ടിപ്പിടിക്കുവേ. അന്നേരം മോളെ ദേവേനെ ഇങ്ങ് എടുക്കും. അന്നേരത്തേക്കും ദേഷ്യം വന്നിട്ട് നവ്യ അങ്ങ് തിരിച്ച് റൂമിലേക്ക് കയറിപ്പോവും. അന്നേരം മോള് പറയുന്നുണ്ട്, എന്നെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു, എനിക്ക് പേടിയായി എന്ന്. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, അങ്ങനെ മോളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ മോൾ ഓടി മുത്തശ്ശിയുടെ അടുത്തോട്ട് പോരേട്ടോ എന്നും പറയുന്നുണ്ട്. നവ്യ ഇവിടുന്ന് നേരെ റൂമിലേക്കാണല്ലോ പോകുന്നത്. റൂമിൽ ചെന്നിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ അബിയുടെ ചീപ്പിരിക്കുന്ന കാണിക്കുന്നത്. ആ ചീർപ്പിലാണെങ്കിൽ മുടിയുണ്ട് അബിയുടെ. അപ്പോൾ ആ മുടി അബിയുടെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ചന്തുമോളുടെങ്കിലും എടുത്താൽ മതിയല്ലോ. ആ കാര്യം ഡേവിഡിനെ വിളിച്ച് പറയുന്നു. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, ആ മുടിയായിട്ട് ഇവിടെ വരെ വരുമൊന്നും വേണ്ട, ഞാനൊരു പയ്യനെ വിടാം, ഒരു മണിക്കൂർ കഴിയുമ്പം ഗേറ്റിൻ്റെ അങ്ങോട്ട് വന്നാൽ മതി, അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി എന്ന് പറയുന്നു. അന്നേരം ഞാൻ കൊടുത്തു വിട്ടേക്കാം, എനിക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നൊക്കെ പറയുന്നു. എല്ലാം സെറ്റാക്കാമെന്ന് ഡേവിഡ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന്തികയെ വിളിക്കുന്ന നാഗേന്ദ്രനെയാണ് കാണിക്കുന്നത്. നാഗേന്ദ്രൻ പറയുവാണ്, നവ്യയ്ക്കിപ്പം ഭയങ്കര വിശ്വാസമായിരുന്നു അഭിയേനെ, ഇനിയിപ്പം ഈ ഒരു DNA ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം, DNA ടെസ്റ്റ് ഒരിക്കലും പോസിറ്റീവ് ആവുകയില്ലല്ലോ, ഇവരല്ലേ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്, അപ്പോൾ അതുകൂടെ കഴിയുമ്പം നവ്യയ്ക്ക് കുറച്ചുകൂടെ വിശ്വാസമാകും അഭിയെ. അതുകൊണ്ട് തന്നെ നവ്യയെ കൊണ്ട് തന്നെ ആ കുടുംബം ഞാൻ കുളം തോണ്ടിക്കും, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അച്ഛനറിയാലോ എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുവാണ്, ഈ നാടകത്തിൻ്റെ അവസാനം അവൾ അഭിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി കൊടുത്തിരിക്കും, അതിനുള്ളതൊക്കെ നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് അവന് ഇഷ്ടമുള്ളൊരു വിവാഹം നമുക്ക് നടത്താം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ജലജ ഇറങ്ങി വരുന്നത് കാണുന്നത്.
അന്നേരം അവന്തിക അച്ഛൻ്റെ ശത്രു വരുന്നുണ്ട് എന്ന് പറയും. ശത്രുവോ അതാരാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്ന് പറയുന്നത് നാഗേന്ദ്രൻ ഫോം വയ്ക്കും. അന്തേക്കും ജലജ അടുത്തോട്ട് വന്നിട്ട് അവന്തികയോട് ചോദിക്കുന്നുണ്ട്, നീ ആരോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്, നീ എന്തിനാ എന്നെ കണ്ടപ്പോൾ അത് കട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം അച്ഛനോടാ സംസാരിച്ചേ എന്ന് പറയും. അച്ഛനോടോ മനസ്സിലായില്ല എന്ന് പറയുമ്പം അവന്തിക പറയുവാണ്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി അമ്മയ്ക്ക് ഭയങ്കര സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വിളിച്ചു തരാം എന്നിട്ട് സംസാരിച്ചോ എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിൻ്റെ സംസാരവും പ്രവൃത്തിയും ഒക്കെ ഇപ്പം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വിലയും നീ എനിക്ക് തരുന്നില്ലല്ലോ. നീ എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, ആരെ വിളിക്കുന്നു എന്നൊന്നും നീ എന്നോട് പറയാറില്ല. അങ്ങനെ പറയാനുള്ള അധികാരം നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അമ്മയും മോനും കൂടെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാനും കാണുന്നതല്ലേ. ആ പാവം ആദർശേട്ടൻ്റെ തലയിൽ സ്വന്തം മോൻ ചെയ്ത തെറ്റ് എടുത്തിട്ടല്ലേ നിങ്ങൾ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ ഒരു അബദ്ധം അവന് പറ്റി, അതുകൊണ്ട് ഇപ്പോൾ എന്താ, അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം അവൻ ആകെ ടെൻഷൻ, ആ റൂമിലേക്ക് പോലും അവന് പോകാൻ പറ്റുന്നില്ല, അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ചെയ്തതിൻ്റെ ഫലമല്ല അനുഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ അവൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുവാണ്, അമ്മായി ഇത്രയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഏട്ടത്തിയുടെ അമ്മ കാണിച്ചതുപോലെ സത്യമൊന്നും ഇതുവരെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ, അവർ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരും ജലജയ്ക്ക്. ജലജ പറയുവാണ്, നിൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി, എവിടെയാണ്ട് പോയി കുറേ ഡിഗ്രി എടുത്തുകൊണ്ട് വന്നത്തേക്കും അവൾക്ക് ചേട്ടനെയും അമ്മയും ഒന്നും കണ്ണിൽ പിടിക്കാതെ ആയി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചീർത്ത് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകും. അവന്തികയുടെ മനസ്സെന്താണെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നെ കാണിക്കുന്ന എല്ലാവരോടും ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. അന്നേരം നവ്യ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുക. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ നീ ഒന്നും മിണ്ടാതെ, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല. അന്നേരം മുത്തശ്ശി ചോദിക്കും അബിയോട്, നിന്നോട് അവളൊന്നും പറഞ്ഞില്ലേടാ എന്ന്. അന്നേരം ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇങ്ങനെ നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ മുത്തശ്ശനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന്. ഏതായാലും നവ്യ അങ്ങ് പോയി കഴിയുമ്പം ദേവേനി പറയുക, നാണം ഉണ്ടോടാ നിനക്ക് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവനിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ജലജ, അല്ലെങ്കിലും ഈ സമയത്ത് ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ, ഒരു ടെൻഷനും അവനില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെയും കൂടെ കൂട്ടിയാണ് പറഞ്ഞത്, ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് നീയും അവനും കൂടിയല്ലേ, ഈ കുടുംബത്തിൽ ഇപ്പം എല്ലാവരും അനുഭവിക്കുന്ന ടെൻഷൻ്റെ കാരണം നിങ്ങൾ രണ്ടുപേരും അല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവരെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. പിന്നെ മുത്തശ്ശൻ നവ്യയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നവ്യ വന്നു കഴിയുമ്പോൾ നവ്യയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നിനക്കും നിൻ്റെ മകനും ജീവിക്കാനുള്ളതെല്ലാം ഈ കുടുംബത്തിൽ മാറ്റിവെക്കുന്നുണ്ട്, നിൻ്റെ തലമുറകൾക്ക് ജീവിക്കാനുള്ളത് തന്നിരിക്കും, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പിന്നെ അബിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം, അത് ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യും, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കരുത്, അവിവേകം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറേ ഉപദേശിക്കും. അത് കേട്ടിരുന്നിട്ട് എനിക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് എഴുന്നേറ്റ് പോകും. അന്നേരം മുത്തശ്ശി വന്നിട്ട് നവ്യ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അവൾക്ക് ആത്മധൈര്യം കൊടുക്കുമായിരുന്നു, അവൾ ഇതുവരെ എന്നോടൊന്നും സംസാരിച്ചില്ല, മനസ്സിൽ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. പിന്നീട് അബിയെ കാണിക്കുവാണെങ്കിൽ അബി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് വന്നു, പക്ഷേ റൂമിലേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. അന്നേരം ഇങ്ങനെ ആലോചിക്കുവാണ്, റൂമിൽ അബി ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് നവ്യ റൂമിലേക്ക് കയറി വരുന്നു. അത് കഴിഞ്ഞ് വാതിൽ കുറ്റിയിട്ടിട്ട് അബിയോട് ചോദിക്കും, സത്യം പറയടാ ചന്തുവിൻ്റെ അച്ഛൻ ആരാ, നീയാണോ എന്ന് ചോദിച്ച് കുറേ ചോദ്യം ചെയ്യും. അന്നേരം ലാസ്റ്റ് നിവൃത്തിയില്ലാതെ നവ്യ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് അബി പറയുന്ന നിമിഷം വയറ്റിൽ കത്തി കുത്തി കയറ്റുവാണ് നവ്യ. അത് കണ്ടിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ജലജ പുറകെ നിന്ന് വന്നിങ്ങനെ തോളെ കൈ വെക്കുന്നത്. പേടിച്ചു പോകും. അന്നേരം എന്നെ അമ്മ ഈ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ആ റൂമിലേക്ക് പോകാൻ പറ്റുമോ, അവളാണ് ഒരു കാര്യവും വാ തുറന്ന് പറയുന്നില്ല, മനസ്സിൽ എന്താണ് എന്ന് അറിയത്തില്ല, അതുകൊണ്ട് റൂമിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് അറിയാം എന്ന് പറയുമ്പം ഒരു കാര്യം ചെയ്യുക, നീ ആ റൂമിലേക്ക് പോകണ്ട, ഇവിടെ വേറെ റൂമും ഇല്ലേ, അവിടെ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് പറയുമ്പം അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ദേവയാനി വരുന്നത്. അന്നേരം ദേവയാനി പറയും, അങ്ങനെയൊന്നും പറ്റത്തില്ല, ഇവൻ ആ റൂമിൽ തന്നെ കിടക്കണം, ഇവൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഇവൻ തന്നെ അനുഭവിക്കണം, അതുകൊണ്ട് നീ വേറെ മുറി കിടക്കാൻ സമ്മതിക്കത്തില്ല എന്ന് ദേവയാനി പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ആ റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്നാ ചെയ്തു വെക്കുന്നതെന്ന് അറിയത്തില്ല, നേരം വെളുക്കുമ്പോൾ ഇവന് ജീവൻ കാണില്ല എന്ന് പറയുമ്പം അങ്ങനെ ഇവൻ്റെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കും ഈ വീട്ടിലുള്ളവർ, ഇവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു തുള്ളി കണ്ണീര് ഞങ്ങൾക്ക് ആർക്കും വരത്തില്ല, അത്രയ്ക്ക് അനുഭവിച്ചു ഞങ്ങൾ ഇവനെ കൊണ്ട് എന്ന് പറയും. എന്നിട്ട് ആ റൂമിലേക്ക് പോടാ എന്ന് പറയുവാണ് ദേവയാനി. എന്നിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ നിന്നോട് പോകാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേവയാനി ഉന്തിത്തള്ളിങ്ങ് വിടുവേ.
എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, ഈ വീടിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയും അവനുമാണ്, അതുകൊണ്ട് തന്നെ അനുഭവിക്കാനുള്ളത് എല്ലാമാണോ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നത്. അന്നേരം ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകന് അവൻ അങ്ങനെ ആപത്ത് വരാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. ഏതായാലും പേടിച്ചിട്ടാണെങ്കിലും അഭി റൂമിലേക്ക് ചെല്ലുന്നു. അന്നേരം നവ്യ കട്ടിലേക്ക് കിടപ്പുണ്ട്, കണ്ണൊക്കെ മിഴിച്ചിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അഭിയെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എങ്കിലും പേടിച്ച് പയ്യെ നവ്യയുടെ ആ സൈഡിൽ കട്ടിലേക്ക് കയറി കിടക്കും. എന്നിട്ടിങ്ങനെ നവ്യയോട് പറയുവാണ്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. ഇതിനു മുമ്പും ഞാനും അമ്മയും ഇതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നീ നിൻ്റെ വീട്ടുകാർ പറയുന്നത് കേട്ട് അവിവേകം ഒന്നും ചെയ്യരുത്. നിൻ്റെ അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല, മറ്റ് 2 പേരോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് നീയും ഞാനും ഒന്നും നന്നാവരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത്. എന്നോട് വിളിച്ച് എയിൻ ജ്വല്ലറിയിൽ ജോലിക്ക് പോകരുതെന്ന് പോലും അവർ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നീ അവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. പിന്നെ ഇത് തെളിയിക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ എന്ന് അതിൻ്റെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്ന നവ്യാണ് കാണിക്കുന്നത്. ഏതായാലും നവ്യ പ്രതികരിക്കാത്തത് കൊണ്ട് ആകെ പേടിച്ച് സൈഡിൽ കിടക്കുന്ന അഭിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.